അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മാത്യൂസ് ജോർജ് അവറുകളാണ്. USA ഡാളസിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ. ഒരു മർത്തോമ കുടുംബത്തിൽ ഒരു പട്ടാളക്കാരൻ്റെ മകനായിട്ട് ജനിച്ചു വളർത്തപ്പെട്ടു. എങ്കിലും അദ്ദേഹം കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്ന അസാധാരണമായ ചില അനുഭവങ്ങളാണ് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും പാപത്തിൻ്റെതായ ലോകത്തിൻ്റെതായ വഴികളിലൂടെ പിശാച് വലിച്ചഴിക്കപ്പെട്ട് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ മഹാകരുണയാൽ ദൈവം വിളിച്ചു വേർതിരിച്ച തൻ്റെ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ പ്രേക്ഷകർ കാണുകയും കേൾക്കുകയും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വിവരം അറിയിക്കുക, ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. അതിലും നിങ്ങൾക്ക് പങ്കാളികളാകാവുന്നതാണ്. തുടർന്ന് നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മാത്യൂസ് ജോർജ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോട് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഈ അരോമ ടി വിയിൽ സാക്ഷ്യം പറയുവാൻ എനിക്ക് അവസരം നൽകിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ദാനിയേൽ ജോൺ അവറുകളോടും അതിൻ്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള വന്ദനവും നന്ദിയും സ്നേഹവും ആദ്യമായിട്ട് അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ മാത്യൂസ് ജോർജ് മായാലിൽ എന്നാകുന്നു. എൻ്റെ വൈഫിൻ്റെ പേര് റാണി മാത്യൂസ് മായാലിൽ. എനിക്ക് 2 മക്കളുണ്ട്, ജസ്റ്റിൻ ആൻഡ് ജസ്ലിൻ. അവർ രണ്ടുപേരും വിവാഹിതരായി എന്നോടുകൂടെ തന്നെ ഈ ഡാളസിലുണ്ട്. ശുശ്രൂഷയിൽ അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ വേലയിൽ ഇവിടെ ആയിരിക്കുന്നു. കർമ്മേൽ പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ എന്ന പേരിൽ ഒരു ചർച്ച് ഞങ്ങൾ ആരംഭിക്കാനിടയായി. അതിൻ്റെ പ്രവർത്തനമുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പിതാവിൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള കിടങ്ങന്നൂർ മായാലിൽ തുണ്ടിക്കാട്ടിൽ കുടുംബാംഗമാണ് എൻ്റെ പിതാവ് എം ജോർജ്. അദ്ദേഹം 2005 മരണപ്പെടുവാനിടയായി തീർന്നു. നിത്യതയിൽ വിശ്രമിക്കുന്നു. മാതാവ് കുഴിക്കാല പുളിന്തിട്ട കുടുംബാംഗമാണ്. ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. മാതാവ് ഇപ്പോൾ 93 വയസ്സുണ്ട്. കൃപയാൽ ആരോഗ്യവതിയായി ഭവനത്തിലായിരിക്കുന്നു. ദൈവം ക്യാൻസറിൻ്റെ 4th സ്റ്റേജിൽ നിന്ന് മാതാവിനെ വിടുവിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 10-20 വർഷമായി. ദൈവകൃപയാൽ അതിനുള്ള മരുന്നുകളൊന്നുമില്ലാതെ വണ്ണം ആരോഗ്യത്തോടും ബലത്തോടും കൂടെ ആയിരിക്കുന്നു. എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനുണ്ട്. അദ്ദേഹം നാട്ടിലുണ്ട്, മാതാവിനോടൊപ്പം പാർക്കുന്നു. അങ്ങനെ ആ ഫാമിലിയുള്ള ബന്ധത്തിൽ അങ്ങനെ ആയിരിക്കുന്നു. പിതാവ് മിലിറ്ററിയിലായിരുന്നു, അവിടുന്ന് റിട്ടയറായി. അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്. ബാല്യകാല ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഒരു മിലിറ്ററിക്കാരൻ്റെ മകൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പക്ഷെങ്കിൽ പലരും പറഞ്ഞു കാണുമായിരിക്കാം. കാരണം മിലിറ്ററി ചട്ടമാണ് വീട്ടിൽ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് വാളിൻ്റെ റിട്ടയർമെൻ്റ് എടുത്തു വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മിലിറ്ററി ചിട്ടയിലായിരുന്നു. സ്തോത്രം. അപ്പോൾ അന്നത്തെ ചെറുപ്പകാലത്ത് പലതും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാതെ വരുമ്പോൾ മിലിറ്ററിയിലെ ശിക്ഷാ നടപടികൾ ഓരോന്നോരോന്നായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു നിലവാരത്തിൽ വന്ന് ഏതാണ്ട് പ്രീ-ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയമായപ്പോൾ ഞാൻ വിചാരിച്ചു പിതാവിൻ്റെ ഈ അടിയും ദണ്ഡനങ്ങളൊക്കെ നിമിത്തം നാട് വിട്ടങ്ങ് പോയാൽ എന്താന്ന് പോലും ചിന്തിച്ച ദിനങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
എന്നാൽ അന്ന് ശിക്ഷിച്ചതൊക്കെ പിന്നെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അതെല്ലാം നല്ല വഴിയിൽ വരുവാനുള്ള ശിക്ഷണങ്ങളായിരുന്നു. 90% പഠനത്തോടുള്ള ബന്ധത്തിൽ കാണിക്കുന്ന ഉദാസീനതയോടുള്ള ബന്ധത്തിലും പഠിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെളുപ്പിന് എഴുന്നേറ്റ് ഉറങ്ങുകയും ഇങ്ങനെയൊക്കെയുള്ള വരുമ്പോഴാണ് അധികമായ ശിക്ഷാ നടപടികളിലേക്ക് നടക്കുവാനിടയായിട്ടുള്ളത്. എന്നാൽ അതെല്ലാം എൻ്റെ ജീവിതത്തിന്മേൽ അനുഗ്രഹമായി തീർന്നു എന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയും. ഞാൻ രക്ഷിക്കപ്പെട്ട ചരിത്രം കൂടെ പറയുമ്പോൾ, ഞാൻ 1979 ഞാൻ ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അവിചാരിതമായിട്ട് എൻ്റെ സ്വന്തം പപ്പായുടെ സിസ്റ്ററിന്റെ ഭവനത്തിലേക്ക്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, പോകുവാനിടയായി തീർന്നു. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ വെച്ച് ഒരു ദൈവദാസൻ എന്നെ കാണുകയും അദ്ദേഹം എന്നെ ആ വീട്ടിലേക്ക് ക്ഷണിച്ച് അവിടെ അന്ന് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു. അവിടേക്ക് എന്നെ ക്ഷണിക്കുവാനിടയായി. എന്നാൽ അവിടുന്ന് ഒരു കാര്യം കൂടെ പുറമോട്ടിറങ്ങി പറയട്ടെ. ആ സന്ദർഭത്തിൽ വാസ്തവം പറഞ്ഞാൽ എനിക്ക് AT കോവൂറിന്റെ ഒരു പുസ്തകം ലഭിച്ചതുകൊണ്ട് ഈ AT കോവൂറിന്റെ പുസ്തകമൊക്കെ വായിച്ചപ്പോൾ അതിനകത്ത് ചില ആശയങ്ങളൊക്കെ നൂതനമായ ഒരു ആശയമായി തോന്നുകയും അല്പം ആകർഷണം തോന്നിയതുകൊണ്ട് ദൈവം ഇല്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കൊക്കെ ഞാൻ വന്ന് സ്വല്പം നിരീശ്വരവാദിയായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ പപ്പായുടെ നിർബന്ധ നിമിത്തം പള്ളിയിൽ പോവുകയും വേണം. എന്നാൽ പള്ളിയിൽ പോയാൽ പള്ളിയിൽ കയറാറില്ല. പള്ളിയുടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ പോയിരുന്ന് കൂട്ടുകാർ കൂടി അന്നത്തെ കാലത്ത് ചെയ്യാവുന്ന കലാപരിപാടികളൊക്കെ ചെയ്ത് ഇങ്ങനെ സമയം കഴിഞ്ഞ് തിരിച്ചു വരും. പള്ളിയിലെ പരസ്യം എന്താണെന്ന് ചോദിക്കുക. പരസ്യം പറയുന്ന സമയമാകുമ്പോൾ പള്ളിക്കകത്ത് കയറിയ പരസ്യങ്ങളെല്ലാം കേട്ടിട്ട് വരുന്നോടം തന്നെ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ പരസ്യങ്ങളെ കുറിച്ച് അങ്ങ് പ്രസ്താവിക്കുമ്പോൾ പള്ളിയിൽ പോയി എന്നുള്ള സംതൃപ്തി പപ്പായക്ക് കിട്ടും. സ്വോത്രകാഴ്ച കയറുന്ന പൈസ കൊണ്ട് ഞങ്ങള് കടയിൽ പോയി ചീട്ട് വാങ്ങിച്ച്, അന്ന് ചീട്ടുകളിയൊക്കെ ചെറുതായിട്ട് പഠിച്ചു, അതൊക്കെ കളിച്ച് അങ്ങനെ ഇരുന്ന് പള്ളിയിൽ പോലും കയറാതൊക്കെ നടന്ന സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്നു. എന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ ദൈവദാസൻ കയ്യെ പിടിച്ച് വളരെ നിർബന്ധമായി വലിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അന്നൊരു കൈലിയാണ് ഉടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയിട്ട് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് കുതറിപ്പോകാനായിട്ട് ശ്രമിച്ചു. പുള്ളി എന്നെ ആട്ടകം അങ്ങ് പിടിച്ചു. ഇല്ല, വന്നേ വെക്കുള്ളത് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തേലും ആട്ടം, മാമോദിസ വെള്ളം വീണതല്ലേ, എന്നാൽ കുറച്ചു നേരം ഇരുന്ന് കൊടുക്കുക, ഇവരുടെ സോക്കേട് അങ്ങ് മാറട്ടെന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോയി ഒന്ന് ഇരുന്ന് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പാസ്റ്ററുടെ കൊച്ചു പിള്ളേർ, 4ലും 5ലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രവചനാത്മാവിൽ എന്നോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. അതിനെന്നെ ഏറ്റവും സ്പർശിച്ചതായ വിഷയം, കോളേജിൽ ഞങ്ങളെ ഒരു 4-5 പേര് ചേർന്നൊരു ഗാങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ ഈ ഗാങ്ങിനെ മൊത്തം കൂടെ കോളേജിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിൽ ഞങ്ങളോട് പറഞ്ഞു, ഇനി മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കോളേജിൽ കയറിയാൽ മതി. ഞങ്ങളെ കോളേജിൽ പോകും, പക്ഷെ ക്ലാസ്സിൽ കയറാറില്ല. ഞാൻ വിചാരിച്ചു, ഏതായാലും ക്രിസ്ത്യാനി എന്നൊരു പേരുണ്ടല്ലോ, മാമോദിസ വെള്ളം വീണവളാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കയറി അതിനകത്തിരുന്നു. എനിക്കൊരു വിശ്വാസവും കാര്യമൊന്നും ഇല്ലാതിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ശക്തമായ നിലയിൽ ഞങ്ങളോട് സംസാരിച്ചു. വിശേഷിച്ച് കോളേജിൽ ഞാൻ പറഞ്ഞില്ലേ, കോളേജിൽ നിന്ന് ലെറ്റർ അയച്ചു. ഞങ്ങളുടെ എല്ലാ പേരൻസിനും ഒരു ലെറ്റർ അയച്ചു. ആ ലെറ്റർ അയച്ചു എന്നുള്ളത് കോഴഞ്ചേരി കോളേജില്, കോഴഞ്ചേരി ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ ലെറ്റർ കിട്ടി. അപ്പൊ അദ്ദേഹം ഞങ്ങൾ എൻ്റെ വീട്ടിൽ ലെറ്റർ കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ലെറ്റർ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് കസിനെ അറേഞ്ച് ചെയ്തു. പോസ്റ്റ്മാനെ ചെന്ന് കണ്ട് ആ ലെറ്റർ പപ്പായ്ക്ക് കിട്ടാതെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ ലെറ്റർ വാങ്ങിച്ച്, ഞാൻ കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് പുള്ളിയെ കണ്ട് ആ ലെറ്റർ വാങ്ങിച്ച് എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് ആ ലെറ്ററും കൊണ്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നത്. ഈ പാസ്റ്ററുടെ മകൻ എന്നോട് ചോദിക്കുക, കോളേജിലുണ്ടായ ഒരു പ്രശ്നം ആരും അറിയാതെ നീ ഒതുക്കി തീർത്തിട്ടല്ലയോ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ ആകെപ്പാടെ ഞെട്ടിപ്പോയി. കാര്യം എനിക്കും
ദൈവത്തിനും ഈ എൻ്റെ കസിനും അല്ലാതെ വേറെ ആർക്കും ഈ കാര്യം അറിഞ്ഞുകൂടാ. ഇതെന്നെ വല്ലാതെ എന്നെ അലട്ടി. എങ്ങനെ ഈ കൊച്ചിറക്കൻ അറിയാൻ പറ്റിയത്? അവൻ 4ാം ക്ലാസ്സിൽ 5ൽ പഠിക്കുന്ന ഒരു മകനാ. അത് കഴിഞ്ഞ് ഇവർ അന്യഭാഷകളിൽ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഇംഗ്ലീഷിൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങി പല കാര്യങ്ങളും. ഞാൻ ഞെട്ടിപ്പോയി. മലയാളം പോലും ശരിക്കും പറയാൻ അറിയാൻ വയ്യാത്ത ഈ പിള്ളേര് എങ്ങനെയാ ഇംഗ്ലീഷിൽ എന്നോട് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ അവിടെ 3-4-5 പേര് ഉച്ചക്കത്തെ പ്രാർത്ഥന കഴിഞ്ഞ് വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു 6 മണി കഴിഞ്ഞ സമയമാണിത്. ഒരു 1979 ഒക്ടോബർ മാസം 2-ാം തീയതി ഒരു ഗാന്ധി ജയന്തി ദിവസം വൈകിട്ട് ആ സംഭവം. ചുരുക്കി പറഞ്ഞാൽ ഇവരെല്ലാരും കൂടി എന്നോട് അങ്ങ് പ്രവചിക്കാൻ തുടങ്ങി. പാസ്റ്ററും പാസ്റ്ററുടെ പിള്ളേരും വേറെ സഹോദരന്മാരും എല്ലാരും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആകപ്പാടെ വിഷമിച്ചു. എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ഓരോ ചിന്തകളും ദൂതുകളായി എൻ്റെ നേരെ വരാം. നീ ഇപ്പോൾ ഇന്നതല്ലേ ചിന്തിക്കുന്നത്, നീ ഇപ്പോൾ ഇന്ന കാര്യമല്ലേ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ അവര് ശരിക്ക് വിവേചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, എടാ ഇതൊരു മാനുഷിക ബുദ്ധി കൊണ്ട് എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളും എൻ്റെ കോളേജിൽ നടന്ന കാര്യങ്ങളും ഇവർക്ക് പറയാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ ഒരു ദൈവിക ശക്തി എൻ്റെ പുറകിലുണ്ട് എന്നൊരു ചിന്ത എൻ്റെ വരികയും അങ്ങനെ ഞാൻ ആ വിഷയത്തിന് മുമ്പിൽ ദൈവമേ നീ യഥാർത്ഥമായ ഒരു ദൈവമാണെങ്കിൽ ഇതെനിക്ക് ബോധ്യമാക്കി തരണമെന്നൊക്കെ പ്രാർത്ഥിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ കർത്താവിൻ്റെ ദാസൻ കിടങ്ങന്നൂർ എരുമക്കാട് IPCയിൽ അന്ന് ശുശ്രൂഷിച്ചിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ TP ദാനിയേൽ എന്ന് പറയുന്നു. അദ്ദേഹം ഇപ്പോൾ കോന്നി സെന്ററിന്റെ ശുശ്രൂഷകനായി ക്ഷീണാവസ്ഥയിൽ ശരീരത്തിൽ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് വിശ്രമിക്കുന്നു. ആ ദൈവദാസൻ എന്നെ രക്ഷയിലേക്ക് നടത്തുവാനും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യസുവിശേഷത്തിന്റെ ദൂതുകൾ എനിക്ക് പറഞ്ഞു തരുവാൻ ഇടയായി. അങ്ങനെ ഞാൻ അന്ന് ദൈവകൃപയാൽ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. രക്ഷിക്കപ്പെട്ട അനന്തരം ഞാൻ പള്ളിയിലോട്ട് പോകാനുള്ള താല്പര്യം പിന്നെ എനിക്കില്ല. എന്നാൽ ഇവരാരും എന്നെ പെന്തക്കോസ്തിലോട്ട് ചെല്ലാനും വിളിച്ചില്ല. എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരന് പെന്തക്കോസ്തിലാണ്. എൻ്റെ പിതാവിൻ്റെ സിസ്റ്റർ, ഞാൻ ഈ വന്ന കുടുംബം അവരും പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ്. ഇവർ മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ മടങ്ങി വന്നു. എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സൺഡേ ആയപ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞു, ഓക്കെ അവൻ രക്ഷിക്കപ്പെട്ടെന്നൊക്കെ ഇല്ലയോ പറയുന്നേ, എന്നാൽ രാവിലെ പള്ളിയിൽ പോകാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്നാ രാവിലെ പള്ളിയിൽ പോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയിലോട്ട് പോകുന്നില്ല, ഞാൻ IPC ഹാളിലോട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഓ പപ്പാകെ അങ്ങ് എതിരായി. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, ഞാൻ പപ്പാക്കറിയാമോ ഞാൻ സിഗരറ്റ് വലിക്കുമായിരുന്നു. ഒരു 2 പാക്കറ്റ് സിഗരറ്റ് BCom പഠിക്കുന്ന സമയത്ത് ഞാൻ വലിക്കും. ഗഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങിയതായിരുന്നു. മദ്യവും അല്പസ്വല്പമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. മുടിയൊക്കെ അന്നത്തെ കാലത്ത് നീട്ടി വളർത്തി ഒരു അല്പം തോളത്തൊക്കെ ഇറക്കമൊക്കെ വെച്ച് ഇങ്ങനെ. അതിന് പപ്പായി ഞാൻ പുള്ളി മിലിറ്ററി കട്ട് വേണം, എനിക്ക് ഇത് വേണം. ഇത് തമ്മിൽ ഭയങ്കര ടെഗോവാറായിരുന്നു. ചുരുക്കി പറഞ്ഞ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പിറ്റേ ദിവസം രാവിലെ പോയത് ബാർബർ ഷോപ്പിലോട്ടാണ്. ബാർബർ ഷോപ്പിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ ബാർബറോട് പറഞ്ഞു എൻ്റെ മുടി വെട്ടാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ വെട്ടത്തില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം എൻ്റെ പിതാവും പുള്ളി ഞാനുമായിട്ട് ഈ വിഷയത്തിൽ മൽപ്പിടിക്കുന്നത് ബാർബർക്ക് അറിയാവുന്നതുകൊണ്ട് പുള്ളി പറഞ്ഞു എന്താ സംഭവിച്ചെന്ന് പറയാതെ എന്നെ മോനെന്നാ വിളിക്കുന്നത്, മോൻ്റെ മുടി ഞാൻ വെട്ടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ആദ്യം എൻ്റെ സാക്ഷ്യം പറയാനിടയായി. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം മുടിയൊക്കെ വെട്ടി എല്ലാം തിരിച്ചു വന്ന് കഴിഞ്ഞ് പപ്പ എന്നെ നിർബന്ധിപ്പിച്ച് ചെയ്യാൻ തുടങ്ങിയ പല കാര്യങ്ങൾ ഞാൻ താല്പര്യപൂർവ്വം ചെയ്യാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ എൻ്റെ മദറും പറഞ്ഞു, അവൻ്റെ സാക്ഷ്യമൊക്കെ കേട്ടില്ലേ, അവൻ ഇങ്ങനെയൊക്കെ പോയേരുമായിരുന്നു, അതുകൊണ്ട് അവരെ നിർബന്ധിക്കേണ്ട, അവൻ പോകുന്ന വഴിയെ അവനെ വിട്ടേര് എന്ന് പറഞ്ഞുകൊണ്ട് മദർ അതിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മനസ്സോടെ പിതാവ് കുടുംബത്തിന് നാണംകേടുണ്ടാക്കി. അവൻ കണ്ടില്ലേ പെന്തക്കോസ്തിൽ പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് വളരെ കർശനമായ രീതിയിലൊക്കെ പറഞ്ഞെങ്കിലും മദർ ഒത്തിരി സപ്പോർട്ട് ചെയ്തതുകൊണ്ട് പിതാവിന്റെ അത്ര ദേഷ്യം ഉണ്ടാകാൻ ഇടയായില്ല. എന്നാൽ അദ്ദേഹം എന്നെ വാച്ച് ചെയ്തുകൊണ്ട് ഞാൻ എന്തോ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയും ബൈബിള് വായിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ
ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു ദിവസം പാസ്റ്റർ പ്രസംഗിച്ചു. ആ വാക്യങ്ങളെല്ലാം ഞാൻ കുറിച്ചെടുത്തുകൊണ്ട് വന്ന് എൻ്റെ മുറിക്കകത്ത് കയറി ഒറ്റയ്ക്കിരുന്ന് ഈ വാക്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, പെന്തക്കോസുകാർ പറയുന്ന ഈ അന്യഭാഷയും ഈ പരിശുദ്ധാത്മ ശക്തിയും ഒക്കെ ഉള്ളതാണെങ്കിൽ എനിക്കിവിടെ തരണമേ എന്ന് പറഞ്ഞ് ഞാനൊന്ന് പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ എൻ്റെ ശരീരത്തിൻ്റെ മേൽ വലിയൊരു ശക്തി വരുവാനിടയായി. ഞാൻ ഒറ്റയ്ക്ക് റൂമിലാണ്. ഞാൻ പെട്ടെന്ന് തറയിലോട്ട് ഇറങ്ങിയിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ ആ ഒറ്റ ഇരിപ്പിൽ ഞാൻ അവിടെ ഇരുന്ന് ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചു. എല്ലാവരും നല്ല ഉറക്കമായതുകൊണ്ട് ഞാൻ കിടന്ന മുറി അല്പം ദൂരമുള്ള ആയിരുന്നത് കൊണ്ടും ആരും അറിഞ്ഞില്ല. രാവിലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ മാതാവിനോട് ഞാനത് പറഞ്ഞപ്പോൾ മാതാവും അത്ഭുതപ്പെട്ടുവാനിടയായി. എനിവേ ഞാനിതൊന്നും പറയാതെ ചർച്ചിൽ ചെന്നു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു സംശയം, ഇതെന്തുവായ പരിശുദ്ധാത്മാവ് ആണോ എന്തുവായെന്നൊരു സംശയം. ഏതായാലും ഞാൻ ചർച്ചിൽ ചെന്ന് സങ്കീർത്തനം വായിച്ച് പാസ്റ്റർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്ന് എൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് ചോദിച്ചു, ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിട്ട് നീ പിന്നെയും സംശയിച്ച് നിൽക്കുകയാണോ എന്നൊരു ചോദ്യം. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇക്കാര്യം പാസ്റ്ററോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അന്നേരം തന്നെ വീണ്ടും പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ നിറയ്ക്കുവാനിടയായി. അതിനുശേഷമാണ് കൃപയാൽ സ്നാനപ്പെടുവാനിടയായി തീർന്നത്. ഐക്കടകന്നൂർ എരുമക്കാട്ട് IPC-യിൽ അങ്ങനെ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒക്ടോബർ മാസം 2-ാം തീയതി രക്ഷിക്കപ്പെട്ടു. 25-ാം തീയതി അഭിഷേകം പ്രാപിച്ചു. എനിക്ക് തോന്നുന്നു 28-ാം തീയതി ഒക്ടോബർ മാസം തന്നെ സ്നാനപ്പെടുവാനും ദൈവം ഭാഗ്യം നൽകി തന്നു. അങ്ങനെ ദൈവകൃപയാൽ അങ്ങനെ ആത്മീയ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് സഹായിച്ചു. തുടർന്ന് എൻ്റെ BCom-ന്റെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ബോംബെക്ക് പോകാനായിട്ട്, എൻ്റെ കസിൻ അന്ന് ബോംബെയിലുണ്ട്. അദ്ദേഹം ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഉല്ലാസനഗറിൽ താമസിച്ചുകൊണ്ട് RKT കോളേജിൽ ഇവിടെ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സഭ ശുശ്രൂഷ നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. നീ ചുമ്മാ നിൽക്കുകയില്ലയോ, വരാൻ പറഞ്ഞു. ഏലവേ ഞാൻ അവിടെ ചെന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അവധിക്കാലം 1-2 മാസം ഉണ്ടല്ലോ. ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ബോംബെയിൽ നിന്ന് തിരിച്ചു പോരാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തുടർന്ന് ഇവിടെ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ MCom പഠിക്കാനായിട്ട് ചേരാൻ ശ്രമിച്ചു. വളരെ വേഗത്തിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ അവിടെ തുടർന്ന് വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലായിരിക്കാൻ ഇടയാകുകയും എൻ്റെ കസിനായ, അദ്ദേഹത്തിൻ്റെ പേരും മാത്യൂസ് എന്നാണ്, മാത്യു തോമസ് മായാലിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ ബോംബെയിൽ 79 മുതൽ 86 വരെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. അതിനോടനുബന്ധിച്ച് ബോംബെയിൽ അല്പ നാളുകൾ ജോലി ചെയ്യുവാനും അച്ഛൻ്റെ കൂടെ നടന്ന് ഈ ആത്മീയ ശുശ്രൂഷയുടെ രീതികളും അതിൻ്റെ ആ കാര്യാദികളൊക്കെ മനസ്സിലാക്കുവാനും ഒക്കെ എനിക്ക് ലഭിച്ചതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. സ്തോത്രം. എൻ്റെ ബാല്യകാലം ഞാൻ ഓർപ്പിച്ചല്ലോ. ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു മയാലിമണ്ണ് സ്കൂൾ, ഞങ്ങളുടെ മണ്ണിലായതുകൊണ്ട് അതിനെ മയാലിമണ്ണ് എന്നറിയപ്പെടുന്നത്. മയാലിമണ്ണ് സ്കൂളിൽ 4-ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് കിടങ്ങന്നൂർ SVGVHS ഹൈസ്കൂളിൽ 10 കഴിഞ്ഞു. പിന്നീട് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലാണ് പ്രീ-ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഡിഗ്രിക്ക് പിന്നെ കോഴഞ്ചേരി വന്നു. പിന്നെ MCom-ന് ബോംബെയിലേക്ക് പോകുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ബഹറിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവകൃപയാൽ ഒരു വിസ എനിക്ക് ലഭിച്ചു. അങ്ങനെ ഞാൻ ബഹറിലേക്ക് പോകുവാനിടയായി. ബഹറിൽ ചെന്ന് അവിടെ ഉള്ളതായ ഒരു ദൈവസഭയോട് ചേർന്ന് എൻ്റെ കസിൻസ് അവിടെ ഉണ്ടായിരുന്നു. അവരോട് ചേർന്ന് ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കാതെ അതിനെ വിലക്കുന്ന ഒരു നിലവാരം കണ്ടപ്പോൾ എനിക്ക് ആ ചർച്ചിൽ തുടർന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ വിലക്കുന്നിടത്ത് എങ്ങനെ ആരാധിക്കാൻ പറ്റും? അതുപോലെ തന്നെ ഞാൻ ഈ ബോംബെയിൽ നിന്ന് ചെല്ലുന്ന ആ ഉത്സാഹത്തോടെ ചെന്നതുകൊണ്ട് ചെന്നുടൻ തന്നെ ഞങ്ങൾ അവിടെയൊക്കെ പോയി, ക്യാമ്പുകളിലൊക്കെ പോയി ആൾക്കാരെ കണ്ട് അവരെ വിളിച്ചുകൊണ്ടുമൊക്കെ വന്നപ്പോൾ ദൈവദാസൻ പറയുക, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട്, നമുക്കുള്ളവരൊക്കെ മതി, ആരെയും അങ്ങനെ ഇനിയും കൊണ്ടുവരുമൊന്നും വേണ്ട
എന്ന് പറഞ്ഞപ്പോൾ അതും എനിക്ക് ഭയങ്കര വേദനയായി. ഇവിടെ ആത്മാക്കളെ നേടാൻ നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടാണോ എന്ന് വിചാരിച്ച് ഞാൻ ഭാരപ്പെട്ടു. എങ്കിലും അങ്ങനെയുള്ള ചില വിഷയം വന്നതിന് വെളിച്ചത്തിൽ ഞാൻ ആ ചർച്ചിൽ പോകാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഭാരപ്പെട്ടു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വ്യാഴാഴ്ച വൈകിട്ടാണ് പലരും അത് ശബ്ദം കേട്ടും ഫോൺ വിളിച്ചിട്ടെടുക്കാഞ്ഞപ്പോൾ ഇതാ സംഭവം എന്ന് പറഞ്ഞ അനുസരിച്ച് അവർ ചിലരുടെ വന്നുകൂടുവാനിടയായി. അങ്ങനെ ഒരു വ്യാഴാഴ്ച പ്രാർത്ഥന ബഹറിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ആരംഭിച്ചു. എൻ്റെ കസിൻ ഫാമിലി, അതുപോലെ തന്നെ എൻ്റെ അളിയൻ്റെ അനിയന് ഫാമിലി, ഞാനും. അങ്ങനെ ഞാനിന്ന് ബാച്ചിലറാണ്. ഞങ്ങൾ ചെറിയൊരു പ്രാർത്ഥന തുടങ്ങി. പലരും വന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു 10-20 പേരോളം പ്രാർത്ഥനയ്ക്ക് കൂടി വരാൻ തുടങ്ങി. 6 മാസമായി ഈ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ആ വിഷയം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി നോക്കിയിട്ട് അദ്ദേഹം അടുക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അതൊരു ചർച്ചയായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു ബോംബെയിൽ നിന്ന് ഞങ്ങളുടെ കസിനെ തന്നെ പാസ്റ്ററായിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് അച്ഛനെ ഞങ്ങൾ വിസിറ്റ് വിസയെ കൊണ്ടുവന്നു. എന്നാൽ അച്ഛനോട് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ശുശ്രൂഷയിലൊക്കെ സഹകരിച്ചു. അച്ഛൻ പാസ്റ്ററായിട്ടൊക്കെ ഇരുന്ന് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ നിയോഗം ഇവിടെയല്ല, ദൈവം എന്നെ UAE അയക്കുകയാണ്, ഞാൻ പോവുകയാണ്. നിങ്ങളെ ചർച്ചൊക്കെ ഞാനിപ്പോൾ ഒരുമാതിരി അപ്പോഴത്തേക്ക് 10-12 പേര് സ്നാനപ്പെട്ടു, ഒരു നല്ലൊരു ലെവലിലേക്കൊക്കെ വരുന്നല്ലോ, നിങ്ങൾ ആരെങ്കിലും ശുശ്രൂഷ ഏറ്റെടുക്കണം. അപ്പൊ ആരും ശുശ്രൂഷയ്ക്ക് തയ്യാറല്ല. അപ്പോൾ അച്ഛൻ 40 ദിവസം ഉപവാസം ഇരുന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഉപവാസം തീരുമ്പോഴത്തേക്ക് ആരെങ്കിലും സമർപ്പിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണ് ഞങ്ങളുടെ അളിയന്റെ അനിയന്റെ മേല. പുള്ളി ഇച്ചിരൂടെ കാര്യപ്രാപ്തിയുള്ളവനും മിടുക്കനും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തെയാണ് ഞങ്ങൾ എല്ലാവരും ഉന്നം വെച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ആ വിഷയത്തിൽ പുറകോട്ട് മാറുകയും ദൈവാത്മാവ് ആ ഉപവാസത്തിന്റെ ലാസ്റ്റ് ദിവസം എന്നോട് ഇടപെട്ടു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ നീയും നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും, യഹൂദന്മാർക്ക് എവിടെയെങ്കിലും രക്ഷപ്പെരും എന്നുള്ള ആ വാക്യം ദൈവാത്മാവിനോട് ഇടപെട്ടു. അതനുസരിച്ച് ഞാൻ മുൻപോട്ട് വരാൻ സമർപ്പിക്കുവാനും ഇടയായി. ഒരിക്കൽ പോലും കർത്താവിന്റെ വേലയോ പാസ്റ്റർമാരെയോ പെന്തക്കോസ്തുകാരെയോ ഇഷ്ടമില്ലാതിരുന്ന ഞാൻ ദൈവകൃപയാൽ അങ്ങനെ അന്ന് സമർപ്പിച്ചു. ഒക്ടോബർ മാസം 86 ഒക്ടോബർ 26 എന്നെ പ്രാർത്ഥിച്ച് ആ ബഹറിലെ സഭയുടെ ചുമതല ഏൽപ്പിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ചായന് UAE പോകുവാൻ വിസിറ്റിൽ തന്നെ UAE പോകുവാനിടയായി. ആ ചർച്ച് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ബഹറിൽ ആരംഭിക്കുവാനിടയായി. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചായിട്ടത് ബഹറിനിൽ നിലകൊള്ളുന്നു. ആ ചർച്ചിൽ ഞാൻ ഏകദേശം 4 വർഷക്കാലം ശുശ്രൂഷിച്ചു. അതിനിടയ്ക്ക് എൻ്റെ വിവാഹം നടക്കുവാനിടയായി. 2 വർഷം കഴിഞ്ഞപ്പോൾ 1988 ഞാൻ നാട്ടിലേക്ക് വന്നു. എൻ്റെ വിവാഹത്തിനുള്ള ആലോചനകൾ ഉണ്ടായി. അപ്പോൾ എൻ്റെ പിതാവ് പാസ്റ്റർമാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞനുസരിച്ച് ഓമല്ലൂർ, പത്തനംതിട്ട തന്നെ ഓമല്ലൂർ കുമ്പളാഞ്ഞിയിൽ എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് പിന്നെ പപ്പയുടെ പേര് ബേബിക്കുട്ടി, മമ്മയുടെ പേര് ആലീസ്, അവരുടെ മൂത്ത മകളായ റാണിയെ 88 വിവാഹം കഴിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവള് MAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതിനുശേഷം അത് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഇവൾ നന്നായിട്ട് ഉറക്കെ കൺവെൻഷനൊക്കെ ബൈബിള് വായിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പൊ KK ചെറിയച്ചൻ പാസ്റ്ററുടെ ഒരു കൺവെൻഷന് ഇവള് എന്ന് ബൈബിള് വായിച്ചു കൊടുത്തപ്പോൾ ഈ പാസ്റ്റർമാരത് നോട്ട് ചെയ്ത് ആരായി പെൺകുട്ടിയെന്ന് അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ പപ്പ പറഞ്ഞു, അച്ഛാ ഇങ്ങനൊരു പെൺകുട്ടിയുണ്ട്, ഞാൻ കണ്ടു, കർത്താവിന്റെ വേലയ്ക്ക് നല്ല പ്രയോജനമുള്ളതാണ്, ബൈബിള് വായിക്കുന്നൊക്കെ നന്നായിട്ട് ഉറക്കെ വായിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ പപ്പായ്ക്കും താല്പര്യമായി. അങ്ങനെ പപ്പ പോയി കണ്ടു. ഞാൻ എന്നെ അവധിക്ക് വന്നപ്പോൾ ഞങ്ങൾ പോയി കാണുകയും അങ്ങനെ വിവാഹം ദൈവകൃപയാൽ നടക്കുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ ദാസി വളരെ ശക്തയായി ദൈവവചനം സംസാരിക്കുകയും അതുപോലെ തന്നെ എല്ലാ നിലയിലും ശുശ്രൂഷയ്ക്ക് വളരെ കൈത്താങ്ങലായി നാളിതുവരെ എന്നോടൊപ്പം നിൽക്കുന്നു.
തൻ്റെ കൺവെൻഷനിൽ താൻ പ്രസംഗിക്കാറുണ്ട്. അതുപോലെ ലീഡ് ചെയ്യാനും പാട്ട് പാടാനും ലീഡ് ചെയ്യാനും വായിച്ചു കൊടുക്കാനും ശുശ്രൂഷിപ്പാനും എല്ലാ നിലയിലും ഉള്ള ദൈവകൃപയുള്ള ഒരു സഹോദരിയാണ്. ബേസിക്കലി TPM ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് അവർ IPCയിലായിരുന്നു. അങ്ങനെയാണ് ആ കാര്യങ്ങൾ നടക്കുവാൻ ഇടയായി തീർന്നത്. പിന്നെ ഞാൻ ബഹറിൽ ഞാൻ ഓർപ്പിച്ചു 88 ഞാൻ ബഹറിൽ നിന്നും തിരിച്ചു നാട്ടിൽ വന്നു. കാരണം എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകാൻ നോക്കിയിട്ട് ഒരു കാരണവശാലും ഞാൻ നിൽക്കുന്ന വിസായിൽ എനിക്ക് ഫാമിലിയെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ രണ്ട് വീട്ടിലും ഭയങ്കര പ്രശ്നം. കല്യാണം കഴിഞ്ഞിട്ട് വൈഫിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ജോലി കളഞ്ഞേച്ച് ഞാൻ ഈ വന്നിട്ട് വേറൊരു വിസായിൽ വീണ്ടും ബഹറിന് പോകാമെന്ന് കരുതി ഞാൻ നാട്ടിൽ നിൽക്കുകയാണ്. ഏതാണ്ട് 3-4 മാസമായി അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വിസ കിട്ടുന്നില്ല. എൻ്റെ തടസ്സം നിറഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുമ്പോൾ ബഹറിലെ സെക്രട്ടറി നാട്ടിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരെണ്ണം വരെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ എവിടെയാ? അത് നമുക്ക് ചെന്നിട്ട് പറയാം, ഇപ്പം വണ്ടിയെ കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വാഹനത്തെ കയറി. അദ്ദേഹം എന്നെ നേരെ കൊണ്ടുപോകുന്നത് എവിടെന്ന് ചോദിച്ചാൽ വാര്യാപുരം യോനാച്ചായൻ്റെ ഭവനത്തിലേക്കാണ്. അപ്പൊ എനിക്ക് വാര്യാപുരം യോനാച്ചാനെയോട്ട് അറിയത്തുമില്ല, എനിക്ക് അങ്ങനെ ആളെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. അപ്പൊ ഈ ചെന്നത് അവിടെ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ആ ഹോള് മുഴുവൻ നിറഞ്ഞിരിക്കുക. ഞങ്ങൾ ഏറ്റവും പുറകിൽ, ഞാനാണെങ്കിൽ ഒരു കളർ ഷർട്ടുമായിട്ട്, പാസ്റ്ററാണെന്നും ഇദ്ദേഹത്തെ കാണാൻ പോവുകയാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞത് കൊണ്ട് ഒരു നോർമൽ ഡ്രസ് ഇട്ടുകൊണ്ട് നമ്മൾ പോയത്. അവിടെ ചെന്ന് ഏറ്റവും പുറകിൽ കയറിയിരുന്നു. എന്തിനു പറയും, ഇദ്ദേഹം അങ്ങോട്ട് ശുശ്രൂഷ തുടങ്ങി. അദ്ദേഹം ഒരു നല്ല ഫുൾ പവറിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം നേരെ ഇങ്ങോട്ട് വന്ന് എൻ്റെ തലയിലോട്ട് കൈവച്ചു. എന്നോട് പറഞ്ഞു, നീ വന്നിടത്തേക്ക് മടങ്ങിപ്പോകാമെന്ന് ചിന്തിക്കണ്ട. ഞാൻ നിന്നെ പുതിയ ഒരു രാജ്യത്ത് അയക്കാൻ പോകുന്നു, പുതിയ ഒരു ജോലി തരും, പുതിയ ഒരു ശുശ്രൂഷ തരും എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അങ്ങോട്ട് ദൂത് പറയാൻ തുടങ്ങി. അവസാനം പറഞ്ഞു, ഞാൻ നിന്നെ UAE അയക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബഹറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അതിന്റെ വില അറിയാൻ വേണ്ടിയാണ് സെക്രട്ടറി വന്നിരിക്കുന്നത്. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അച്ഛനോട് ഞങ്ങൾ ചോദിച്ചു, എന്തുവാ ഇദ്ദേഹത്തെ കുറിച്ച് പാസ്റ്റർ പറഞ്ഞ്, ബഹറിലേക്ക് നിങ്ങൾ വേറെ ആളിനെ നോക്കിക്കോ, ഇദ്ദേഹത്തെ ദൈവം UAE അയക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിവ അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇനി ബഹറിലോട്ട് വരുന്നില്ല, നിങ്ങൾ ആരെങ്കിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്രമീകരിക്കുക, ഞാൻ ദൈവം പറഞ്ഞ പോലെ ആട്ടെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഞാൻ നാട്ടിലെ ആറന്മുള ഒരു ചെറിയ ചർച്ച ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ കുറച്ചു പേര് കൂടുന്നത്. തൽക്കാലം ആ ചർച്ചിന്റെ ചുമതല ഏറ്റുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്നു. അങ്ങനെ ഏതാണ്ട് 1.5 വർഷം, 1.25 വർഷം ഞാൻ ആ ചർച്ചിൽ ഇരുന്നു. ആ സന്ദർഭത്തിൽ ചെറിയൊരു വിടി കൂടിക്കൊണ്ടിരുന്നതാണ്. അവിടെ ദൈവകൃപയാൽ 10-14 പേര് സ്നാനപ്പെടുവാനിടയായി. 1 രൂപ പോലും ഫണ്ടിലില്ലാതിരുന്ന സ്ഥാനത്ത് ചർച്ചിന്റെ ഒരു മെയിൻ ആറന്മുള കോഴഞ്ചേരി മെയിൻ റോഡിൽ 15 സെന്റ് സ്ഥലം വാങ്ങിക്കാനുള്ള ഫണ്ട് ദൈവകൃപയാൽ റേസ് ചെയ്യപ്പെടുവാനിടയായി. അതിന് ഹോള് പണിയാനുള്ള കുറച്ച് എമൗണ്ട് കൂടെ കളക്ട് ചെയ്ത് ഞാൻ കൊടുത്തിട്ട്, ദൈവം എന്നെ പറഞ്ഞതുപോലെ അവിചാരിതമായി തോന്നത്തക്ക നിലയിൽ UAE അയച്ചു. ദൈവം എന്നെ അബുദാബിയിൽ എത്തിച്ചു. അബുദാബി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞതല്ലേ പുതിയ രാജ്യം, പുതിയ ജോലി. ഞാൻ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ അബുദാബിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ചർച്ചുകളിലും പോയി. ഞാൻ ചെന്നപ്പോൾ അവരൊക്കെ ശുശ്രൂഷിക്കാൻ അവസരം തന്നു. പക്ഷെ രണ്ടാമത് അവര് നിങ്ങൾ വരണമെന്നോ എപ്പം വരുമെന്നോ അല്ലെ തുടർന്നോട് വരുമോ എന്നോ പോലും ചോദിച്ചിട്ടില്ല ആരും. കാര്യം ഒരു പാസ്റ്റർ എന്നുള്ള നിലയിലായതുകൊണ്ട് അവർക്ക് ഒരു പേടി. എനിവേ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നെ UAE അയച്ചത്, എനിക്ക് ഒരു വഴി ഒരുക്കണമെന്ന ദൈവത്തോട് ഞാൻ മുട്ടിപ്പായി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഡേറ്റ് എഴുതി വെച്ച് ഈ ദിവസത്തിനകം കർത്തൃമേശ കൊടുക്കത്തക്കവണ്ണം ആളിനെ തരണം. ചുരുക്കി പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ ഒരു ബൈബിൾ ക്ലാസ് എനിക്കൊരു സമുദായത്തിൽ ഓപ്പൺ ചെയ്ത് കിട്ടി. പക്ഷെ അവിടെ ആരും സ്നാനപ്പെടാൻ തയ്യാറാകുന്നില്ല. അവർക്ക് ബൈബിൾ ക്ലാസ് കേൾക്കണം, വചനം പഠിക്കണം എന്നുള്ളതല്ലാതെ ഇവരാരും സ്നാനപ്പെടുവാനോ വേർപെടാനോ താല്പര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ അതും എൻ്റെ മനസ്സിന് ഭാരമായി. ഇത്
ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? എനിവേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു ദിവസം എനിക്ക് എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ചു ചോദിച്ചു, ദുബൈയിലോട്ടൊന്ന് പോകാമോ? ദുബൈയിലെ ഒരു ചർച്ചിലേക്ക് ചെന്ന് ഈ ആഴ്ച ഒന്ന് ശുശ്രൂഷിക്കാമോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ വന്നിട്ട് ആകെ 3 മാസമേ ആയുള്ളൂ അബുദാബി വന്നിട്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, വഴി അറിഞ്ഞുകൂടാ, വേണ്ടത്ര നിലയിൽ ഹിന്ദി ഇംഗ്ലീഷ് അത്യാവശ്യം നമുക്ക് പറയാമെങ്കിലും അറബിയിലോ ഒന്നും മറ്റുള്ള ഭാഷകളും സംസാരിക്കാൻ പറ്റത്തില്ല. ടാക്സിയെ കയറി പോകണം, എത്ര ദൂരമുണ്ടെന്ന് തന്നെ എനിക്ക് അന്നറിയത്തില്ല. എന്തായാലും ഞാൻ പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിക്കണം. അപ്പം ദൈവാത്മാ പറഞ്ഞു പോകാൻ പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പോകാൻ തയ്യാറാണെന്ന് എൻ്റെ സ്നേഹിതനോട് പറഞ്ഞു. അദ്ദേഹം അത് ദുബൈക്കാരെ അറിയിച്ചു. ഒരു ദിവസമുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ വരിക. അവര് 2 കാറ് നിറച്ച ആൾക്കാര് വന്ന് എന്നെ അബുദാബി വന്ന് കൂട്ടിക്കൊണ്ട് ദുബൈയിലേക്ക് പോയി. ഒരു ചെറിയ കൂടിവരവ് 10-15 പേര് കാണും. അതിന്റെ ചുമതലയേക്കാമെന്ന് സഭായം നടത്താൻ പറഞ്ഞു. ഞാൻ സഭായമൊക്കെ നടത്തി, കർത്തൃമേശയെല്ലാം നടത്തിയിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാനെന്നാ പോവുക. അവരെന്നെ രാവിലെ പിറ്റേ ദിവസം രാവിലെ വെള്ളിയാഴ്ച വൈകിട്ട് അവിടുത്തെ ആരാധന. അവര് ശനിയാഴ്ച രാവിലെ എന്നെ തിരിച്ച് ടാക്സി സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. ഞാൻ അവിടുന്ന് ടാക്സിയെ കയറി തിരിച്ച് ഇങ്ങ് വന്നു. പോരാൻ നേരം അവർ പറഞ്ഞു അടുത്ത ആഴ്ചയിലും പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പ്രായോഗികമല്ലല്ലോ, ഞാൻ ഇത്രയും ദൂരം എങ്ങനെയാ വരുന്നേ? പക്ഷെ ദൈവാത്മാ പറഞ്ഞു, എന്നെ പ്രേമിച്ചു, ഇതൊരു മക്കതൂന്യ വിളിയാണ്, നീ പോകാൻ പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് ഒരു 1.5 വർഷം ഞാൻ അബുദാബിയിൽ നിന്ന് ഈ പാകിസ്ഥാനിൽ ഓടിക്കുന്ന ടാക്സിയെ കയറി അബുദാബിയിൽ നിന്ന് ദുബൈയിൽ വന്നു. ഇതിനോടകം എൻ്റെ ഫാമിലി 2 വയസ്സുള്ള കുഞ്ഞും കൂടെ അബുദാബിയിൽ വന്നു. ഈ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഈ ചൂടത്ത് ഈ മരുഭൂമിയിൽ കൂടി 2-3 മണിക്കൂർ AC ഇടത്തില്ല അവര്. ആ സന്ദർഭങ്ങളിലൊക്കെ AC കാർ വളരെ കുറവാണ്. അപ്പൊ ഈ ഇവിടെ പാകിസ്ഥാനിൽ ഓടിക്കുന്ന വണ്ടികളാണ്. ചുരുക്കി പറഞ്ഞാൽ വളരെ ചൂടും തണുപ്പും എല്ലാം അനുഭവിച്ച് 1.5 വർഷം ഞാൻ അബുദാബിയിൽ നിന്ന് വന്ന് വ്യാഴാഴ്ച വൈകിട്ട് അവിടുന്ന് കയറും. പിന്നെ വെള്ളിയാഴ്ച രാവിലെ ഹൗസ് ഹോസ്റ്റിങ്, വെള്ളിയാഴ്ച പകല് ചില ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന, വൈകിട്ട് ആരാധന, ശനിയാഴ്ച രാവിലെ തിരിച്ചു പോകും. ഇങ്ങനെ ഞാൻ അബുദാബിയിൽ ചെറിയ ജോലിയുണ്ട്, അതും ഇതും രണ്ടും കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. 1.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രായോഗികമല്ല. ഞാൻ ദുബൈയിലോട്ട് മൂവ് ചെയ്തേ പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ദുബൈയിലേക്ക് മൂവ് ചെയ്തു. ദുബൈയിൽ എനിക്ക് ഒരു ജോലി ദൈവകൃപയാൽ ലഭിച്ചു. കാർട്ടിയർ എന്ന് പറയുന്ന കമ്പനിയിൽ, IBG എന്ന് പറയുന്ന കമ്പനിയാണ്, പക്ഷെ കാർട്ടിയർ എന്ന് പറഞ്ഞ വാച്ചും അതുപോലെ വില കൂടിയ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു കമ്പനി. അതിലത്തെ എക്സ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടി. അങ്ങനെ ദൈവകൃപയാൽ ഞാൻ ദുബൈയിലോട്ട് മൂവ് ചെയ്തു. ചർച്ച് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ചർച്ചും ഒരു സ്വതന്ത്ര സഭയായിട്ട് നിൽക്കുന്നതായിരുന്നു. അത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട കോശി സാറിനോട് സംസാരിച്ചു, അദ്ദേഹം താല്പര്യം കാണിച്ചു. അങ്ങനെ ആ ചർച്ച് ദൈവകൃപയാൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ആദ്യത്തെ UAE ചർച്ചായിട്ട് മാറുവാനിടയായി തീർന്നു. അതിനുശേഷം പിന്നീട് തുടർമാനമായി ഷാർജയിൽ ഞാൻ തന്നെ ഷാർജയിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ചില സഹോദരന്മാരെ അങ്ങോട്ട് മാറ്റി അവിടെ ഒരു ഷാർജയിൽ തന്നെ ഒരു ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് തുടങ്ങി. രണ്ടിന്റെയും പാസ്റ്ററായിട്ട് ഞാൻ ഏതാണ്ട് 2005 വരെ 86 മുതൽ 2005 വരെ ദുബൈയുടെ പാസ്റ്ററും 92 മുതൽ 2005 വരെ ഷാർജയിലെ വേല തുടങ്ങിയ സമയം മുതൽ ആ 2 ചർച്ചിന്റെ പാസ്റ്ററും അതോടൊപ്പം തന്നെ ജോലിയും ഞാൻ തുടർന്ന് അങ്ങനെ മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നു. ദൈവകൃപയാൽ ദുബൈയിലെ വേല ഇന്ന് വളരെ വിശാലമായിട്ടിരിക്കുന്നു. 1997 മുതൽ 2005 വരെ ഷാർജ സഭയുടെ ആ കാലയളവിൽ ഞാൻ ശുശ്രൂഷയിലായിരുന്നു. അതിനുശേഷം ഞാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തമായി ദൂത് പറഞ്ഞു. എന്നോട് മനു ചെറിയാൻ എന്ന് പറഞ്ഞപ്പോൾ കാനഡയിലുണ്ട് ദൈവദാസൻ, അദ്ദേഹം എൻ്റെ ഭവനത്തിൽ ഞാൻ അവധിക്ക് വന്നപ്പോൾ എന്നോട് ദൂത് പറഞ്ഞു, താമസിക്കാതെ ദുബൈയിൽ നിന്ന് നിങ്ങൾ പോരാൻ ഒരുങ്ങിക്കൊള്ളണം, ഒരു വിഷയമുണ്ടാകും, അത് കാണുമ്പോൾ പോരണം,
ഇല്ലെങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഒന്നും ചിന്തിച്ചില്ല. ഞാൻ സഭയെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് സഭയെല്ലാം കൈമാറി. ഞാൻ പോരുമ്പോൾ 6 ചർച്ചസ് ദുബൈയില്, ഷാർജയില്, അബുദാബിയില്, ജബലാലി, സത്വ, അതുപോലെ തന്നെ അജ്മാൻ, ഇങ്ങനെ 6 വേലകൾ ആരംഭിച്ച് 6 പാസ്റ്റർമാരെ എല്ലാം ആക്കി എൻ്റെ ചുമതലകളെല്ലാം ഞാൻ ദൈവദാസന്മാർ കൈമാറിയിട്ട് 2005 ഞങ്ങള് നാട്ടിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ കാരണം എൻ്റെ അമ്മയുടെ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. അമ്മ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് റേഡിയേഷനും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പപ്പ എന്നോട് പറഞ്ഞു, എടാ മുൻപോട്ട് അത് നാളെ പോകുമെന്ന് നമുക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നീ വേഗത്തിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വരിക എന്ന് പറഞ്ഞ് ആ സ്കൂൾ വർഷമായപ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നോക്കി ഞങ്ങൾ റിസൈൻ ചെയ്ത് ചർച്ചിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഞങ്ങൾ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് 10 മാസം വീട്ടില് താമസിച്ചു. വരുമ്പോൾ തന്നെ ചെങ്ങന്നൂര് ശാരോൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ ചുമതല എന്നെ സാർ ഏൽപ്പിച്ചു. അപ്പോൾ ആ സഭയുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഞാൻ വീട്ടിൽ പാർത്ത് മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് മുന്നോട്ട് പോകുന്ന സന്ദർഭങ്ങളിൽ എൻ്റെ പപ്പ 10ാമത്തെ മാസം ഒരു ഹാർട്ട് അറ്റാക്കിനാൽ മരിക്കുവാനിടയായി തീർന്നു. ഒരു ഞായറാഴ്ച ദിവസം ഞാൻ സഭായോഗത്തിന് പോകാൻ ഒരുങ്ങി ഡ്രസ്സും ചെയ്ത് റെഡിയായി നിൽക്കുമ്പോഴാണ് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് പ്രയാസമുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാവുന്ന നിലയിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് വീണ്ടും 2ാമത്തെ അറ്റാക്ക് ഉണ്ടായി. എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു. ഞാൻ താഴോട്ട് കിടത്തി CPR കൊടുത്തു, എങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും മരണപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ ആ ഒരു ദൂത് ദൈവാത്മാവ് ഓർപ്പിച്ചപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ പോകുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ പപ്പായോടുകൂടെ 10 മാസത്തോളം കൊച്ചുമക്കളെ താലോലിക്കുവാനും ഒരുമിച്ച് ഞങ്ങൾക്ക് പാർക്കുവാനും ഒക്കെയുള്ള അവസരം ലഭിച്ചു. ക്യാൻസർ ഉണ്ടായത് അമ്മയ്ക്കാണെങ്കിലും ദൈവകൃപയാൽ അമ്മ ഇപ്പോഴും സുഖത്തോടെ ഇരിക്കുന്നു. പപ്പ 10 മാസത്തിനുള്ളിൽ മാറ്റപ്പെടുവാനിടയായി. അങ്ങനെ നാട്ടിലെ ചെങ്ങന്നൂര്, അതിനുശേഷം തുമ്പമണ്, അതിനുശേഷം ആറന്മുള, എൻ്റെ ദേശത്തുള്ള ആ ചർച്ചിൽ തന്നെ ഞാൻ എങ്ങനെ ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവകൃപയാൽ ആറന്മുളയിൽ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് US വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്നാൽ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ എൻ്റെ മാറ്റങ്ങൾ ഇങ്ങനെ പപ്പ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ജീവിതത്തിൽ വരുന്ന രൂപാന്തരങ്ങളും അദ്ദേഹം എന്നെ നിർബന്ധിപ്പിച്ച് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ സ്വയമേ ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി. അങ്ങനെ ഞാൻ വീട്ടിലെ പ്രാർത്ഥന നടത്താനായിട്ട് അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ നടത്തിക്കോ, പ്രാർത്ഥനയില്ലയോ എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ പിതാവും മാതാവും കൂടെ വീട്ടിലെ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ട് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ രക്ഷിക്കപ്പെടുവാനിടയായി. പപ്പായ്ക്ക് മിലിറ്ററി കോട്ടയൊക്കെ ഉള്ളായിരുന്നു. ആ കോട്ടയൊക്കെ ഉപേക്ഷിച്ചു. അതുപോലെ ചെയിൻ സ്മോക്കറായിട്ട് ഇങ്ങനെ വലിക്കുമായിരുന്നു, അതും പുള്ളിക്കാരനെ ഉപേക്ഷിച്ചു. ദൈവറയിൽ പപ്പായും അമ്മച്ചിയും കൂടെ ഒരുമിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ, ഞാൻ സ്നാനപ്പെട്ട 1 മാസം കഴിഞ്ഞപ്പോൾ അവരും ദൈവകൃപയാൽ സ്നാനപ്പെടുവാനിടയായി തീർന്നു. പിന്നത്തേതിൽ പപ്പ സഭയുടെ പല ഉത്തരവാദിത്തങ്ങൾ വഹിക്കുവാനൊക്കെ ദൈവം കൃപ ചെയ്തു. അങ്ങനെ ആയിരുന്നു പപ്പായുടെ ജീവിതം. ദൈവകൃപയാൽ ഞാൻ ഓർപ്പിച്ച പോലെ മാതാവ് സൗഖ്യത്തോടെ ഭവനത്തിൽ ഇപ്പോഴായിരിക്കുന്നു. വാർദ്ധക്യ സഹജമായ സ്വസ്ഥതകളൊക്കെ ഉണ്ട്. ഞങ്ങള് ഈ രാജ്യത്തേക്ക് വരുവാൻ തക്കമിടയായത് 2018-ലാണ്. 2018 എൻ്റെ വൈഫിന്റെ ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി ഫയൽ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഇവിടെ വന്നു. കർത്താവിന്റെ കൃപയാൽ ഇവിടെ എന്തോ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഞങ്ങൾ നിൽക്കുകയായിരുന്നു. നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നൊക്കെ ചിന്തിച്ചപ്പോഴാണ് ട്രംപിന്റെ ആദ്യത്തെ ഭരണകാലമായതുകൊണ്ട് നാട്ടിൽ പോയി ഗ്രീൻ കാർഡ് കിട്ടിയാൽ നിൽക്കുന്നത് ബുദ്ധികേടാണ്, അദ്ദേഹം നിയമം കഠിനമാക്കുകയാണെന്നൊക്കെ കേട്ടപ്പോൾ എന്നാൽ പിന്നെ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കാമെന്നൊരു തീരുമാനമെടുക്കുകയും കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടി അവരെ ഇവിടെ ആക്കിച്ചങ്ങ് പോകാനാണ് ഞങ്ങൾ വാസ്തവത്തിൽ വന്നത്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് 2 പേരും ജോലി കിട്ടി. അത് ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്ന് മോടെ വിവാഹം നാട്ടിൽ വെച്ച് നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു.
മോളെ വിവാഹം കഴിച്ചത് മണക്കാലായിൽ MTH കഴിഞ്ഞ് ഷിബിൻ മാത്യു എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെ വന്ന് അദ്ദേഹം ചാപ്പലൻസി കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ ഒരു ജോലി ചെയ്യുന്നു. കുടുംബമായിട്ട് അവര് ഇവിടെ പാർക്കുന്നു. അദ്ദേഹം പിന്നെ പൗരുഷനിലൊക്കെ ഇടയ്ക്ക് കുറച്ച് സമയം പാടിയിട്ടുണ്ട്. നല്ല നിലയിൽ കർത്താവിനെ വർഷിപ്പ് ചെയ്യാനും ശുശ്രൂഷിപ്പാനും ദൈവം അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ശുശ്രൂഷ എനിക്കും അദ്ദേഹം ഒരു കൈത്താങ്ങലായി നിൽക്കുന്നു. അത് കഴിഞ്ഞ് മോന്റെ വിവാഹം ദൈവകൃപയാൽ ഇവിടെ വെച്ച് നടക്കുവാൻ ഇടയായി തീർന്നു. അവരും കുടുംബമായിട്ട്, മോൻ എഞ്ചിനീയറാണ്, അവനും കുടുംബമായിട്ട് ഇവിടെ പാർക്കുന്നു. എന്നോടൊപ്പം ഞങ്ങൾ പാർക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ദൈവകൃപയാൽ ശുശ്രൂഷയിൽ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര ഒരാശ്വാസമാണ്. പാട്ടുകൾ പാടാനും ലീഡ് ചെയ്യാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും എല്ലാം അവര് സജീവമായി കൂടെ ഉണ്ട്. ദൈവകൃപയാൽ IPC കർമ്മേൽ എന്ന പേരിൽ ഒരു ചർച്ച് ഞങ്ങളുടെ തുടങ്ങുവാൻ ഇടയായി തീർന്നു. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെ പലതും നേരിടേണ്ടി വന്നു. എങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ ദൈവകൃപയാൽ മുന്നോട്ട് പോകുവാൻ സർവശക്തൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അത് മാത്രമേ പറയാനുള്ളൂ. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ കർത്താവിൻ്റെ നാളോളം തികയ്ക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. കർത്താവ് നമ്മെ വിശ്വസ്തരെന്നെണ്ണി ശുശ്രൂഷ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കൽ പോലും ഞാൻ ഈ ശുശ്രൂഷയെ വരണമെന്ന് ആഗ്രഹിച്ചില്ല. എൻ്റെ കസിനെ ഒരു പാസ്റ്റർ വിവാഹം കഴിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പാസ്റ്റർമാരെ വീട്ടിൽ കയറ്റിയേക്കരുതെന്ന് പറഞ്ഞ വിവാഹം വേണ്ട എന്ന് പറയിപ്പിച്ച ഒരാളാണ്. എന്നാൽ ദൈവകൃപയാൽ ഈ പ്രകാരം ശുശ്രൂഷയിൽ ആകുവാൻ ദൈവം ഇടയാക്കി. അനേകരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വേർതിരിപ്പാൻ ദൈവം കൃപ ചെയ്തു. ദുബൈയിലായിരുന്ന സന്ദർഭങ്ങളിൽ അനേക ദൈവദാസന്മാരെയൊക്കെ വളർത്തിയെടുക്കുവാനും കൂടെ നിർത്തി അവരെ പരിശീലിപ്പിച്ച് പല രാജ്യങ്ങളിൽ ദൈവം അവരെ ഉപയോഗിക്കുന്നു. ഇന്ന് UK ശാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന പാപ്പച്ചൻ പാസ്റ്ററുണ്ട്. അദ്ദേഹം നമ്മുടെ ദുബൈയിലെ വിശ്വാസിയായിരുന്നു. ഒക്ലഹോമയിൽ ഒരു പാസ്റ്റർ ജെയിനുണ്ട്. അതുപോലെ നാട്ടിലൊരു പാസ്റ്റർ രാജു. അതുപോലെ തന്നെ ദുബൈയിൽ സെന്ററിന്റെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിരിക്കുന്ന ഗിൽബർട്ട്. ഇവരെയൊക്കെ പ്രാർത്ഥിച്ച് വേർതിരിപ്പാനും ഒക്കെ ദൈവം ശുശ്രൂഷ മേഖലകളിൽ കൃപ നൽകി തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വളരെ സന്തോഷകരമായ അനുഭവമാണ്. ഞാൻ ആദ്യമായി സ്ഥാനപ്പെടുത്തിയ ആള് ബാംഗ്ലൂരിൽ ഇന്ന് പാസ്റ്ററായിട്ടിരിക്കുന്നുള്ളതും ഒരു സന്തോഷകരമായ ഒരു അനുഭവമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കാണുവാനും ഒക്കെ എനിക്ക് സാവകാശം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവകൃപയാൽ മുന്നോട്ട് പോകുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ ഒരു തിയോളജിക്കൽ സെമിനാരിയിൽ ചേർന്ന് 2 വർഷം പഠിച്ച് മാസ്റ്റേഴ്സ് ഇവിടുത്തെ തിയോളജിയിൽ എടുക്കാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകുന്നു. ഞാനും വൈഫും ജോലി ചെയ്യുന്നില്ല, പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളായിരിക്കുന്നു. വൈഫ് ഞാൻ ഓർപ്പിച്ചതുപോലെ ഇവിടെ വന്നിട്ടും അദ്ദേഹത്തിന് പ്രയർ ലൈനിൽ കൂടി ധാരാളം മീറ്റിങ്ങുകളുണ്ട്. വളരെ ആക്റ്റീവായി അതിൽ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അനേകർക്കൊരാശ്വാസമായി തീരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏക ആഗ്രഹവും പ്രാർത്ഥനയും. ഇതാണ് പ്രധാനമായിട്ട് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാൻ. പിന്നെ മറക്കാനാവാത്തതായ ചില അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഓർപ്പിച്ചല്ലോ, എൻ്റെ കസിനാണ് എന്നെ ശുശ്രൂഷയിലേക്ക് നടത്തിയത്. അദ്ദേഹമാണ് എനിക്ക് എൻ്റെ ബാല്യപാഠങ്ങൾ പറഞ്ഞു തന്നത്. അച്ഛനാണ് എന്നെ പ്രാർത്ഥിച്ച് എനിക്ക് പ്രാരംഭമായ വേലയ്ക്ക് വേർതിരിച്ചത്. പിന്നെ ഓർഡിനേഷൻ ഡിജിക്കോ സാർ എനിക്ക് തന്നു. എന്നാൽ ആദ്യമായി എന്നെ പ്രാർത്ഥിച്ച് ബഹളം വെച്ച് വേർതിരിച്ചത് ഈ അച്ഛനായിരുന്നു. എന്നാൽ അച്ഛൻ നാട്ടിൽ വന്ന സന്ദർഭത്തിൽ അച്ഛൻ്റെ മാതാവ് മരിച്ചതിനോട് ബന്ധം നാട്ടിൽ വന്നപ്പോൾ ഒരു ആക്സിഡന്റിൽ പെട്ട് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. അത് എനിക്ക് ഒട്ടും ഇന്നും എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു വേദനയായിട്ടും ഭാരമായിട്ടും ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ വളരെ കഴിവും ഞങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലെ കഴിവുള്ള ഒരാൾ ഇല്ല എന്ന് പറയത്തക്ക നിലയിൽ അത്ര മിടുക്കനായ ഒരു ആളായിരുന്നു. എനിവേ അദ്ദേഹത്തിൻ്റെ നിര്യാണം എനിക്ക് വളരെ ഷോക്കായിരുന്നു. ഇന്നും എൻ്റെ കണ്ണുകളെ ഇറനണിയിക്കുന്ന അനുഭവമാണ് അത് ഓർക്കുമ്പോൾ. എൻ്റെ പിതാവ് മരണപ്പെട്ടതിനേക്കാളിൽ എനിക്ക് വേദനയും ദുഃഖവും എൻ്റെ കസിൻ്റെ ആ വേർപാട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടെ. ഞങ്ങൾ അതുപോലെ മാനസികമായി അറ്റാച്ച്ഡ് ആയിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ആ വേർപാട് എന്നെ വേദനിപ്പിക്കുന്നെന്നും, എങ്കിലും കർത്താവിൽ പ്രത്യാശയുണ്ട്. നിത്യതയിൽ കാണാം എന്നുള്ളൊരു പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം.
പിന്നെ മറ്റു വിഷയങ്ങളായിട്ട് മറക്കാൻ കഴിയാത്ത പറഞ്ഞാൽ ശുശ്രൂഷ രംഗത്ത് പലവിധമുള്ളതായ വെല്ലുവിളികൾ വന്നിട്ടുണ്ട്. സഭയ്ക്കകത്തു നിന്നും സഭയ്ക്ക് പുറത്തു നിന്നും ഒക്കെ ഉള്ളതായ കഷ്ടതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദുബൈ വെച്ചും ബഹ്റിനെ വെച്ചും ഒക്കെ ഉള്ളതായ പ്രതികൾ ഉണ്ടായിട്ടുണ്ട്. ദൈവകൃപയാൽ അതിനെയൊക്കെ ദൈവം തരണം ചെയ്യുവാൻ ബലം നൽകി തന്നു. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ചില ഗാനങ്ങളൊക്കെ എഴുതുവാൻ ദൈവം പ്രേരണ നൽകി. ദൈവകൃപയാൽ 91 കാൽവറി സ്നേഹം എന്ന ഒരു കാസറ്റ് അന്ന് ഇറക്കുവാനിടയായി തീർന്നു. അന്ന് CD ഒന്നും ഉണ്ടാകുന്ന കാലമല്ല. അതിനുശേഷം പിന്നെ 2 CD ഇറക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ഈ കാലഘട്ടത്തിൽ ചില പാട്ടുകൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ചില പാട്ടുകളൊക്കെ പുറത്തിറക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നു. കാൽവറി കുന്നിലെന്നും അതുപോലെ കലങ്ങിടേണ്ട മനമേ എന്നുള്ള ഒരു പാട്ടുമൊക്കെ ഈ ദിവസങ്ങളിൽ വീണ്ടും വന്ന് ഇറക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത മാസം വേറൊരു പാട്ടുകൂടെ പുറത്തു വരാനുള്ള പണിപ്പുരയിലാണ്. അങ്ങനെ ജീവിതാനുഭവത്തോട് ചേർന്ന് ദൈവം നൽകിയ അനുഭവങ്ങളാണ് ഇത് പാട്ടുകളായിട്ട് പുറത്തു വരുന്നത്. ദൈവനെ അതുപോലെ തന്നെ കഠിനമായ അപകടങ്ങളിൽ നിന്നൊക്കെ ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞ് എൻ്റെ കാലിൻ്റെ അടിയിൽ പോയി. കാല് ഒടിഞ്ഞു പോകേണ്ടതാണ്, എന്നാൽ ദൈവകൃപയാൽ കുറേ സ്കിന്ന് പോയി. അങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് വിടുവിച്ചു. അതുപോലെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കുമ്പോൾ ആ കൈവരിയിൽ ഞാൻ ഇങ്ങനെ ചാരിയിരിക്കുകയും പെട്ടെന്നൊരാൾ വന്ന് എന്നെ തള്ളി ഞാൻ പുറമോട്ട് മറിഞ്ഞ് ആ ബിൽഡിങ് താഴെ പോകേണ്ടതായിരുന്നു. അങ്ങനെ ദൈവം എന്നെ ആ അപകടത്തിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേക ദൈവത്തിൻ്റെ കരുതൽ എനിക്ക് അനുഭവിപ്പാൻ ഇടയായി. രോഗാവസ്ഥകളിൽ കൂടി കടന്നുപോയ സന്ദർഭങ്ങളിലൊക്കെയും പ്രാർത്ഥിച്ച് കർത്താവിങ്കിൽ നിന്ന് വിടുതലേറ്റെടുക്കുവാനും സൗഖ്യം പ്രാപിപ്പാനും ഒക്കെയുള്ള അനുഭവങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു പോയതാണ്. കംപ്ലീറ്റായിട്ട് എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കോഴഞ്ചേരി മുത്തൂറ്റ് ഡോക്ടർ മാത്യു തിരുനെ കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തുവാ ജോലി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിതുപോലെ പാസ്റ്ററാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശബ്ദം കൂടുതൽ എടുത്തിട്ടാണ് ഈ ഓക്കൽ കോഡ് തഴമ്പ് വന്നിട്ട് ഒരു നെൽമണിയോളം വളർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ശബ്ദം നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ സർജറി ചെയ്ത് എൻ്റെ ഓക്കൽ കോഡ് ശരിയാക്കി തന്നു. ബയോപ്സി അയച്ചു, അതെല്ലാം നോർമലായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി അധികം പ്രസംഗിക്കരുത്, ശബ്ദം എടുക്കരുതെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ഇതേ പ്രശ്നമുണ്ടായി. അങ്ങനെ 2 പ്രാവശ്യം എൻ്റെ ഓക്കൽ കോഡിൽ ഗ്രോത്ത് വന്നിട്ട് ഈ തഴമ്പ് പോലെ, നമ്മുടെ കയ്യിലൊക്കെ ജോലി ചെയ്യുമ്പോൾ തഴമ്പുണ്ടാകുന്നത് പോലെ. കാരണം ഈ 2 ചർച്ചിലെ മീറ്റിങ്ങുകൾ മുഴുവൻ ഞാൻ ആ ദുബൈയിലെയും ഷാർജയിലെയും മീറ്റിങ്ങുകളിൽ 2 മീറ്റിംഗ്, 2 ഉപസപ്രാർത്ഥന, 2 കോട്ടേജ് മീറ്റിംഗ്, അതുപോലെ സങ്കീർത്തനം, വായന, പ്രസംഗം, കത്രുമേശ, ആര് സഹായത്തിനായിട്ട് ശുശ്രൂഷകന്മാരില്ലായിരുന്നു അക്കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് ഓവർ എക്സെഷനായിട്ട് ഇങ്ങനെ 2 പ്രാവശ്യം ഓക്കൽ കോഡിൽ തഴമ്പ് വരികയും ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോഴും അല്പസ്വല്പമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശബ്ദം ഒട്ടും കുറയ്ക്കാറില്ല. ദൈവം തരുന്ന അത്രയും ശബ്ദം തന്നെ എടുത്ത് ശുശ്രൂഷിക്കാറുണ്ട്. അങ്ങനെ ഉള്ള അനുഭവങ്ങൾ കൂടിയൊക്കെ ദൈവം നടത്തി. ഏതാണ്ട് 1 മാസക്കാലം എഴുതി കാണിച്ചാണ് ജീവിച്ചത്. ഒട്ടും ശബ്ദം കംപ്ലീറ്റ് വോയിസ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞനുസരിച്ച്. എനിവേ ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ചു. ഇന്നും ദൈവകൃപയാൽ ശക്തിയോടെ വചനം പറയാനൊക്കെ ദൈവം കൃപ നൽകി തരുന്നു. ഈ കാര്യങ്ങളാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ എനിക്ക് ഓർക്കുവാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. മർത്തോമാ കുടുംബത്തിൽ നിന്ന് ദൈവമില്ലാത്ത ഒരു സാഹചര്യത്തിൽ, നിരീശ്വരവാദിയായിട്ടൊക്കെ തീർന്നു പോകേണ്ട സാഹചര്യത്തിൽ നിന്ന് ദൈവം മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് എന്നെ വിളിച്ചു. ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതിരുന്ന സ്ഥാനത്ത്, ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ദൈവാത്മാവ് എന്നോട് പ്രീഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂത് പറഞ്ഞു, ഞാൻ നിന്നെ മനാമയിൽ കൊണ്ടുപോയി എൻ്റെ വേല ചെയ്യിക്കുമെന്ന്. അപ്പോൾ അന്ന് എനിക്ക് മനാമ എവിടാണെന്ന് അറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ബഹ്റിൽ ചെന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഞാൻ ചെന്നത് മനാമയാണെന്ന്. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞതുപോലെ തന്നെ
മനാമായിൽ കൊണ്ടുപോയി ദൈവം എന്നെ വേല ചെയ്യിപ്പിക്കുവാനിടയായി. അതുപോലെ ഞാൻ രക്ഷിക്കപ്പെട്ട് വന്ന സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, നീ അമേരിക്കയ്ക്ക് പോകാനല്ലയോ സ്ഥാനപ്പെട്ടതെന്ന് ചോദിച്ചു. എന്നെ കളിയാക്കി, ബസ്സേ വെച്ചാ നീ ഇവൻ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി അവൻ സ്ഥാനപ്പെട്ടെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർ മർത്തോമക്കാരാ, അവരെന്നെ കളിയാക്കി. എന്നാൽ അന്ന് ഞാൻ ഒരിക്കൽ പോലും അമേരിക്കയിൽ വരാനുള്ള സാധ്യതകൾ എനിക്കില്ല, അതിനെക്കുറിച്ചുള്ള ചിന്ത എനിക്കില്ലായിരുന്നു. എനിവേ, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ എന്നോട് പ്രവചിച്ചു, ഞാൻ നിന്നെ ന്യൂയോർക്കിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ദുബൈയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ദൈവകൃപയാൽ 10 വർഷത്തെ വിസ അവരെനിക്ക് അടിച്ചു തന്നു. ഞാൻ ആ വിസയിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഞാൻ ന്യൂയോർക്കിൽ ഇവിടെ അമേരിക്കയിൽ വന്നത് ഈ കോൺഫറൻസിന്റെ പിസിനാക്കിന്റെ കോൺഫറൻസിന്റെ ലെറ്റർ വെച്ചാണ് എനിക്ക് വിസ കിട്ടിയത്. അപ്പോൾ ഞാൻ ആ കോൺഫറൻസിന് വേണ്ടി പോയി. കോൺഫറൻസ് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഫിലദൽഫിയയില എൻ്റെ കസിൻസ് കുറച്ച് പേരുണ്ട്. ഞാൻ അവിടെ താമസിക്കുമ്പോൾ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണന് അന്ന് ഫിലദൽഫിയയിലുണ്ട്. അപ്പോൾ പാസ്റ്റർ എനിക്ക് അറിയാം, ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ എന്നോട് പുള്ളി ചോദിച്ചു, മോഹൻ പാസ്റ്ററെ ഇന്ന് എവിടെയാ ആരാധന? അപ്പൊ ഞാൻ പാസ്റ്റർ സൂക്ഷിക്കുന്നുണ്ടല്ലോ, ഞാൻ അങ്ങോട്ടാ വരുന്നതെന്ന് പറഞ്ഞു. നോ പാസ്റ്റർക്ക് ഇന്ന് അവസരം കിട്ടത്തില്ല, ഇന്ന് ഞാനാണ് ഇവിടുത്തെ പ്രീച്ചറായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് ദൈവാസന ഇവിടെ വന്നിരിക്കണ്ട, ഒന്ന് ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞു. പുള്ളി ഫോൺ കട്ട് ചെയ്തിട്ട് ആരെയോ പുള്ളി വിളിച്ചു. പെട്ടെന്ന് എനിക്കൊരു കോള് ന്യൂയോർക്കിൽ നിന്ന് വന്നു, ഇതുപോലെ ന്യൂയോർക്കിലെ ഒരു മീറ്റിങ്ങിന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ ആകപ്പാടെ കൺഫ്യൂസ്ഡായി, എന്ത് ചെയ്യണം. അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം ന്യൂയോർക്കിൽ നിന്ന് വിളിക്കും, എങ്ങനെയാണെങ്കിലും ന്യൂയോർക്കിൽ പോയി ആ മീറ്റിംഗ് സംബന്ധിക്കണം എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ന്യൂയോർക്കിൽ പോയി ആ മീറ്റിങ്ങിൽ സംബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അന്നേരം എനിക്ക് ആ പ്രവചന ഓർമ്മ വന്നു. ഞാൻ എൻ്റെ ആ യാത്രയിൽ ആകെ ഒറ്റയൊരു ചർച്ചിലെ ശുശ്രൂഷിച്ചുള്ളൂ, അത് ആ ന്യൂയോർക്കിലായിരുന്നു. അപ്പോഴെനിക്ക് എന്നോട് പറഞ്ഞ ദൂത് എനിക്ക് ഓർമ്മ വന്നു, നിന്നെ ഞാൻ ന്യൂയോർക്കിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുമെന്ന്. ഞാൻ ആ യാത്രയിൽ 15 ദിവസം ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. ആ 15 ദിവസത്തിൽ കോൺഫറൻസിന് പോയി ഒരാഴ്ച പോയി, രണ്ടാമത്തെ ആഴ്ച ഇതാണ്. ആ ആഴ്ചയിൽ ഈ പോൾ പാസ്റ്റർ മനസ്സിൽ തോന്നിച്ച് എന്നെ ന്യൂയോർക്കിൽ കൊണ്ടുവന്ന് ഞാൻ അവിടെ പ്രസംഗിക്കാനിടയായി തീർന്നു. അന്ന് ഞങ്ങൾ ന്യൂജേഴ്സിയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫിലദൽഫിയയിൽ പോകാനായിരുന്നത്, എന്നാൽ ന്യൂയോർക്കിലേക്ക് പോയി ആ മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ ഇടയായിത്തം. ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ആലോചനകൾ എത്ര വർഷങ്ങൾ മുമ്പ് പറഞ്ഞതാണ്, പ്രിഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പറയുന്നതാ, എന്നാൽ അതെല്ലാം ദൈവം തക്ക സമയത്ത് നിറവേറ്റപ്പെടുവാനിടയായി. ഞങ്ങള് UAE-യിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ അപ്പം ബഹറിന് ശുശ്രൂഷ ചെയ്തു. ഇടയ്ക്ക് ഞാൻ നാട്ടിൽ വന്ന് നാട്ടിൽ ആറന്മുള ഒരു 14 മാസം ശുശ്രൂഷിച്ചു ആകത്തറ്റേണില്. പിന്നെ ഞാൻ തിരിച്ച് UAE പോയി. അവിടെ ദുബൈയിലും ഷാർജയിലും എല്ലാം ചർച്ച തുടങ്ങി. ഷാർജയിൽ നിന്ന് പോരാൻ തുടങ്ങിയ സന്ദർഭത്തിൽ ഒരു ദൈവദാസൻ വിസിറ്റിനോട് വന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനിയും ഒരു രാജ്യത്തൂടെ ഞാൻ നിന്നെ അയക്കും, എൻ്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുത്തെ പരിപാടി ക്ലോസ് ചെയ്ത് പോവാ. അപ്പൊ ഒരു ചിന്തയില്ല, ഇനി ഏത് രാജ്യത്ത് പോകാനായിട്ടാ, വീട്ടിൽ ഇപ്പം അമ്മ സുഖമില്ലാതിരിക്കുന്നു, ഇനിയിപ്പോ നാട്ടിൽ തന്നെ നിൽക്കാമെന്നുള്ള ആശയത്തിലാണ് പോകുന്നത്. എന്നാൽ ആ ദൂത് അന്ന് ഏറ്റെടുത്തില്ല. ഞാൻ അവിചാരിതമായിട്ട് ഈ ഒരു വീട്ടിൽ ഒരു ശവടക്കത്തിന് വേണ്ടി ചെന്നു. അപ്പൊ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു സഹോദരൻ വന്നിരുന്നു. എന്നോട് ചോദിച്ചു, പാസ്റ്റർ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആന്നൻ. ഒരു യാത്ര ദിവസങ്ങൾക്കകം ഉണ്ടാകും, ഒരുങ്ങിക്കോ. അത് മാത്രമല്ലല്ലോ, ഒരു രാജ്യത്തൂടെ കർത്താവ് അയച്ച് ശുശ്രൂഷ ചെയ്യുമല്ലോ. അദ്ദേഹം എന്നെ രണ്ടാമത് ഓർമ്മിപ്പിക്കുവാനിടയായി. ഞാൻ അവിടുത്തെ ദിവസങ്ങൾക്കുള്ള യാത്രയോ എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ദുബൈയിലെ എൻ്റെ ചർച്ചുകാർ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒരു വിസിറ്റിന് വരുന്നോന്ന് ചോദിച്ചു. വരണമെന്ന് എന്നെ നിർബന്ധിച്ചു. ഞാൻ ആ വിസിറ്റിന് വേണ്ടി അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഏതായാലും വന്നതല്ലേ,
എന്നാൽ അങ്ങ് PCC അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ച് ഞാൻ അവിടുത്തെ PCC എടുത്തു, ദുബൈയിലെ PCC എടുത്തു. അത് കഴിഞ്ഞപ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അത് കഴിഞ്ഞപ്പോൾ ബഹ്റിൻകാര് പറഞ്ഞു, ഏതായാലും ദുബൈയിൽ വന്നതല്ലയോ, എന്നാൽ ബഹ്റിനിൽ കൂടെ വന്നേച്ച് പോയിക്കാടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബഹ്റിനിലേക്ക് ഒരു 4-5 ദിവസത്തേക്ക് ചെന്നു. ആ സമയത്ത് ബഹ്റിലെ പോലീസ് ക്ലിയറൻസും എന്തായാലും ആട്ടെന്ന് ഞങ്ങൾ എടുത്തു. ഞാനത് എടുത്തു കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു, അമേരിക്കയുടെ വിസ കോൾ വന്നിട്ടുണ്ട്, പെട്ടെന്ന് കയറി വന്നോണം, താമസിപ്പിക്കരുതെന്ന് പറയാനിടയായി. അങ്ങനെ അത്ഭുതകരമായ നിലകളിൽ ആ പേപ്പർ വർക്കുകളെല്ലാം കിട്ടാനും, അത് എനിക്ക് ബഹ്റിലെയാണെങ്കിൽ എൻ്റെ അവിടുത്തെ അന്ന് ഞങ്ങൾ പത്താക്ക എന്നാ പറയുന്നത്, നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി പോലെ അല്ലെങ്കിൽ നാട്ടിലത്തെ ആധാർ പോലെ ഒരു കാർഡുണ്ട്, ജോബ് ചെയ്യുന്ന കാർഡ്. ഞാൻ ആ കാർഡൊക്കെ തിരിച്ചു കൊടുത്തു. എനിക്ക് ആ കാർഡിന്റെ നമ്പർ പറഞ്ഞുകൂടാ, എനിക്ക് ഒരു ഐഡിയയും ഇല്ല. എൻ്റെ ഉള്ളത് അന്നത്തെ വിസ അടിച്ച പാസ്പോർട്ട് കൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും കൊള്ളാം, ഞാൻ അതിനുവേണ്ടി ചെന്ന് അറബിയുടെയൊക്കെ ചെന്ന് കയ്യും കാലും ഒക്കെ പിടിച്ച്, ഏതായാലും ഒരു അറബിക്ക് പോലീസുകാരനായിരുന്നു, അയാൾക്ക് മനസ്സിൽ തോന്നി. അയാൾ എൻ്റെ പാസ്പോർട്ട് എടുത്ത് എൻ്റെ കമ്പ്യൂട്ടറിൽ അടിച്ചിട്ട് ഒരു പേപ്പറിൽ എനിക്ക് എൻ്റെ അന്നത്തെ ആ നമ്പർ കുറിച്ച് തന്നു. ആ നമ്പർ കുറിച്ച് തന്നത് കൊണ്ട് എനിക്ക് PCC കിട്ടാനിട, അല്ലെങ്കിൽ ഒരു കാരണവശാലും പോലീസ് ക്ലിയറൻസ് ബഹ്റിന് കിട്ടത്തില്ലായിരുന്നു. അത് കിട്ടിയത് കൊണ്ട് ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ആദ്യം എന്നോട് ചോദ്യം വേർ ഈസ് ബഹ്റിൻ PCC, ബഹ്റിലെ PCC എന്തിയെന്ന് ചോദിച്ചു. ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്തിയ, ദുബൈയുടെ എന്തിയെന്ന് ചോദിച്ചു. അത് കൊടുത്തു. അങ്ങനെ ദൈവകൃപയാൽ ആ ഒരു അപചാരിതമായ ഒരു യാത്രയിൽ ദൈവാത്മാവ് പറഞ്ഞതനുസരിച്ച് പോവുകയും, അതുപോലെ തന്നെ വേലയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഒരു രാജ്യത്തൂടെ പുതിയ വേല ആരംഭിപ്പാൻ കർത്താവ് സാഹചര്യം നൽകി തന്നു. അങ്ങനെ ദൈവകൃപയാൽ ബഹ്റിനിലും UAE-യിലും കേരളത്തിലും അമേരിക്കയിലും ശുശ്രൂഷയിൽ ചെയ്യുവാൻ കർത്താവ് കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. 49 വർഷത്തോളമായി കർത്താവിന് വേണ്ടി ഇങ്ങനെ അധ്വാനിപ്പാനായിട്ട് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അത് 40 വർഷമായി രക്ഷിക്കപ്പെട്ടു. ബോംബെ വെച്ച് ഞാൻ ശുശ്രൂഷ അല്ലെങ്കിലും അച്ഛനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമായിരുന്നു. എന്നാൽ 39 വർഷം അക്ഷരികമായി ശുശ്രൂഷയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യം കേട്ടതായ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതു വഴിക്ക് പോയാലും നമ്മെ മടക്കിക്കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തന്. ദൈവം ഒരു ദൂത് പറഞ്ഞാൽ എത്ര പഴകിയാലും അത് എത്ര താമസിച്ചാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. എൻ്റെ ജീവിതാനുഭവത്തിൽ എന്നോട് പറഞ്ഞിട്ടുള്ള ദൂതുകളെല്ലാം കർത്താവ് നിറവേറ്റി തരുവാൻ ഇടയായി തീർന്നു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അത് ഒരു നിശ്ചയമായ ഉറപ്പിനായി ഞാൻ പ്രസ്താവിക്കുന്ന ഒരു വാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സാക്ഷ്യം കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ ജീവിതയാത്രകളിൽ ഏതെങ്കിലും വിഷയത്തിന്റെ മുഖത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നെങ്കിൽ തക്ക സമയത്ത് ദൈവത്തിന്റെ ആലോചനകളെ കൊടുത്ത് ദൈവത്തിന്റെ വഴികളെ അവർക്കായി തുറക്കപ്പെട്ട് വഴിയില്ലാത്തടത്ത് വഴി തുറക്കുവാൻ കഴിവുള്ള ദൈവം, ആഴിയിൽ പാത ഒരുക്കിയ കർത്താവ് അവർക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച് മാനിച്ച് കർത്താവ് നൽകിയ ശുശ്രൂഷ തികച്ച് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ കൃപ കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യാചനകൾ തിരുമേനി കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലേക്ക് അരോമ ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട് ദാസനെ ബലപ്പെടുത്തിക്കാട്ട് യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ മാത്യൂസ് പാസ്റ്റർ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത്
ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു പട്ടാളക്കാരൻ്റെ മകനായി ജനിച്ച് വളർത്തപ്പെട്ട് ഒരു മർത്തോമ പശ്ചാത്തലത്തിൽ വളർന്നു വന്നു. പക്ഷേ കർത്താവിന് മറ്റൊന്നായിരുന്നു ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് ദൈവം വിളിച്ച് വേർതിരിച്ചതായ ആ പാതകൾ എത്ര വേറിട്ടതും വ്യത്യസ്തവുമായിരുന്നു. മാനുഷികമായ കാഴ്ചപ്പാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചില അനുഭവങ്ങളിലൂടെ കർത്താവ് വഴി നടത്തുവാൻ കൃപ ചെയ്തല്ലോ. ഒരു പട്ടാളക്കാരൻ്റെ മകനായി ജനിച്ചു വളർത്തപ്പെട്ടതുകൊണ്ട് സ്വാഭാവികമായി ഒന്നുകിൽ ഒരു പട്ടാളക്കാരനോ മറ്റേതെങ്കിലും നിലയിൽ ഒരു ഉദ്യോഗസ്ഥനോ ഒക്കെ ആയിട്ടാണ് ലോകപ്രകാരം പലരുടെയും മക്കൾ വളർന്നു വരാറുള്ളത്. എന്നാൽ ആ ചിട്ടവട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ വളർത്തപ്പെട്ടു എന്നുള്ളത് വളരെ പ്രശംസനീയമായ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായി സ്വർഗത്തിലെ ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ഒരു പട്ടാളക്കാരനായി, കർത്താവിൻ്റെ ഒരു ശുശ്രൂഷക്കാരനായി, കർത്താവിൻ്റെ ഒരു ദാസനായി, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഈ ഭൂമിയിൽ ദൈവം എവിടേക്ക് അയക്കണമോ അവിടേക്ക് അയച്ച് കർത്താവിന് വേണ്ടിയിട്ട് സംസാരിക്കുവാൻ ദൈവം ഒരുക്കിയെടുത്ത ചില വഴികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെങ്കിൽ ജനിച്ചു വളർത്തപ്പെട്ട് വളർന്നു വന്നതായ പശ്ചാത്തലത്തിൽ ആ രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒന്നുകിൽ ഒരു നിരീശ്വരവാദിയായിട്ടോ ഒരു മദ്യപാനിയോ മയക്കുമരുന്നോ ലഹരിക്ക് അടിമയായോ പാപത്തിൻ്റെ ലോകത്തിൻ്റെ വഴികളിൽ പോയി ഒരുപക്ഷെങ്കിൽ ഇന്ന് ഭൂമിയിൽ പോലും ഒരു വിഷയങ്ങൾ ഉണ്ടാകുമായിരുന്നോ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ശേഷിക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിനായി, ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ കർത്താവ് വിളിച്ചു വേർതിരിച്ച ആ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും ഒരു ഭവനത്തിൽ യാദർച്ഛിക ചെന്ന് പെടുകയും അവിടെ വളഞ്ഞിട്ട് കടന്തൽ കുത്തുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെയുള്ള കുഞ്ഞുങ്ങളിലൂടെയും പ്രിയപ്പെട്ടവരിലൂടെയും ദൈവത്തിൻ്റെ ആലോചന അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് കണ്ണ് തുറക്കപ്പെടുവാൻ ദൈവസന്നിധിയിൽ കർത്താവിലെ ശൗലിനെ പൗലോസാക്കുവാൻ വേണ്ടി പിടിച്ചെടുത്തതുപോലെ പിടിച്ചെടുത്ത ചില അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായി. അവിടെ നിന്ന് ദൈവം ഒരുക്കിയെടുക്കുകയായിരുന്നു. ശൗല് അതിനു മുൻപ് ദൈവമക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഉപദ്രവിക്കുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത എന്നതുപോലെ പെന്തക്കോസ്തുകാരെ തീരെ ഇഷ്ടമില്ലാതിരുന്ന ആ കാലയളവിൽ കർത്താവ് വിളിച്ചു വേർതിരിച്ച ആ വേറിട്ട അനുഭവം, ദൈവം തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന ആ വഴികൾ നമുക്കൊരിക്കലും നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനിലും അപ്പുറമാണ് എന്ന് നമുക്ക് ഈ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവം പടിപടിയായി ദൈവരാജ്യത്തിന് വേണ്ടി അനേകരുടെ മുൻപാകെ അനേക ഇടങ്ങൾ അനേക വേദികളിൽ ആമേൻ ശുശ്രൂഷിപ്പാൻ ദൈവം ഉപയോഗിച്ചു. അതുപോലെ അനേകരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാനും ദൈവം ഉപയോഗിച്ചു. അനേകരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുവാൻ ദൈവം ഉപയോഗിച്ചു. മനോഹരമായ പല പാട്ടുകൾ എഴുതി പ്രസിദ്ധീകരിക്കുവാൻ, അത് ഇന്ന് ക്രൈസ്തവ ലോകത്തിനൊക്കെ പാടി ദൈവത്തെ ആരാധിക്കുവാൻ ഒക്കെ കർത്താവിൻ്റെ ദാസനെയും ദാസിയെയും കുടുംബത്തെയും ഒക്കെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ശ്രേഷ്ഠകരമായ അനുഭവം! ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ അവസാന ശ്വാസത്തോളം നമുക്ക് ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ ദൈവം സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ ദൈവം വേറെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് ദൈവദാസനുള്ളതായ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കിടുവാൻ അവസരങ്ങളുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്കും പ്രാർത്ഥിപ്പാൻ അവസരമുണ്ട്. അതിനായി നിങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടിക്കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്.
ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com